ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര തൻ്റെ മകളോട് ആ കുട്ടിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധത്തെപ്പറ്റി അല്ലെങ്കിൽ ചതിയെപ്പറ്റി സംസാരിക്കുന്നു. മകൾക്ക് മരുമകൻ ഗർഭനിരോധന ഗുളികകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടും അമ്മ കള്ളം പറയുന്നതാണ്. ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ ശീതൾ പറഞ്ഞു. ഭർത്താവ് തന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ ഭർത്താവ് ഒരിക്കലും തന്നോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യില്ല എന്ന് വിശ്വസിച്ച് അമ്മയോട് അങ്ങനെയൊന്നും ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ പറ്റില്ലെന്നും അതുപോലെയൊന്നും അമ്മ ചെയ്യരുതെന്നും എന്നൊക്കെ പറഞ്ഞ് മകൾ അമ്മയെ ശാസിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ സുമിത്ര ആകെ തകർന്നു പോയി. എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ ഈ അമ്മ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഒരിക്കലും അമ്മ എൻ്റെ മോൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയും മകളും കൂടി ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ പറയുന്നത് നീ ഇപ്പം വിശ്വസിക്കണ്ട, പക്ഷെ തെളിവ് സഹിതം അമ്മ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴും അമ്മ ആ തെളിവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്നാണ് മകൾ അവകാശപ്പെടുന്നത്. ഒരിക്കലും സച്ചിൻ തന്നോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല, സച്ചിൻ അങ്ങനെ ഒരു ക്രൂരത തന്നോട് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് ആവർത്തിച്ച് ശീതൾ പറയുക. ഇനിയെങ്കിലും അമ്മ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരരുതെന്നും എന്നെയും സച്ചിനെയും തമ്മിൽ തല്ലിക്കാൻ നോക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് പിന്നെ മറ്റൊന്നും പറയാനില്ല. സുമിത്ര ചങ്കു പറിച്ച് കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറയുന്നിടത്ത് ഒന്നും പറയാനില്ലല്ലോ. അപ്പം അമ്മ പറയുന്നതൊന്നും നുണയല്ല, 100% സത്യമായ കാര്യമാണെന്നും എൻ്റെ മോൾക്കത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും മനസ്സിലാകുമെന്നും പറഞ്ഞു. എൻ്റെ മോൾ അമ്മ പറയുന്നു ഒരേ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. മോള് ഈ ഗുളികയുടെ കാര്യം അമ്മ പറഞ്ഞത് സച്ചിനോട് പറയരുത്. എന്നിട്ട് മോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞതാണോ നിൻ്റെ ഭർത്താവ് പറയുന്നതാണോ ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ളത്. അതുമാത്രം എൻ്റെ മോളൊന്ന് ചെയ്യണം, അത്രയും ഒരു അമ്മയോട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പോരുക. അപ്പോൾ സുമിത്ര അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴും ശീതളാണെങ്കിൽ ഭർത്താവിനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. സുമിത്ര കള്ളം പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞേ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധു ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദർശികമായിട്ട് വിശ്വനെ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി നിർത്തിച്ചു. അതിനുശേഷം അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് വേഗം ഇറങ്ങി ചെന്നു. വിശ്വ എന്നും പറഞ്ഞ് വിളിച്ചു. വിശ്വൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ വിശ്വൻ കണ്ട് നമ്മുടെ സിദ്ധുവിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ദൈവമേ, സിദ്ധു ആണല്ലോ അത്. ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പം വിശ്വ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ധു എന്ന നാട്ടിലെത്തിയത് എന്തൊക്കെയുണ്ട്, എവിടെയായിരുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അതുമാത്രമല്ല വിശ്വനെ കണ്ടതിപ്പോൾ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മകനൊക്കെ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ, എൻ്റെ മോനെ എനിക്ക് കാണണം എന്നൊക്കെ അങ്ങനെ പറയണു കേട്ടോ. അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സിദ്ധുവിന് അനിരുദ്ധിനെ കാണാനായിട്ട് വളരെ താല്പര്യമായിരിക്കും, പക്ഷേ അനിരുദ്ധന് സിദ്ധുവിനെ കാണാൻ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, മക്കളുടെ മുന്നിൽ താൻ ഇപ്പോഴും തെറ്റുകാരനായ ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നോട് യാതൊരുവിധ താല്പര്യങ്ങളും കാണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മക്കൾക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടാകാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന സിദ്ധുവിനോട് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷമാണെങ്കിലും മക്കൾ ഇതുവരെ തന്നെക്കുറിച്ച് ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ മകൻ എന്നെ കാണാൻ ഇഷ്ടമുണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് എൻ്റെ അനിരുദ്ധനെ ഒന്ന് കാണണം. അവൻ എവിടെയാണ് താമസിക്കുന്നത്, അവൻ്റെ അഡ്രസ്സ് ഒന്ന് തരാവോ എന്നൊക്കെ ചോദിച്ച് സിദ്ധു ഇങ്ങനെ വിശ്വനോട് വളരെ താഴ്മയായിട്ട് തന്നെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അഡ്രസ്സ് തരാം, അവൻ ഇപ്പം ഞങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്, തനിക്ക് വീട്ടിലോട്ട് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരമൊക്കെ കഴിഞ്ഞ് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് വിശ്വൻ വീട്ടിലോട്ട് പോകുക. ഇതേ സമയം നമ്മുടെ സുമിത്ര അവിടെ ശീതളിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ രഞ്ജിത വന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയോട് അരവിന്ദൻ ഇക്കാര്യങ്ങളൊക്കെ പറയുക. അതെ, സിദ്ധു വന്നിരുന്നു എന്ന്. അത് കേട്ടപ്പോഴേക്കും ഞെട്ടി. ദൈവമേ, ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു നമ്മുടെ രഞ്ജിത. സിദ്ധു വന്നെന്നോ? സിദ്ധു വന്നിട്ട് എന്താ പറഞ്ഞത്? സരസ്വതി അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു. അവരെയൊന്നും കാണാനൊന്നും ഞാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് സിദ്ധുവിനെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടു. അതേതായാലും നന്നായി. അയാൾ വന്നിട്ട് എന്താ ചോദിച്ചത്? അയാൾ വന്നിട്ട് സുമിത്രയെക്കുറിച്ചും അതുപോലെ തന്നെ സരസ്വതി അമ്മയെക്കുറിച്ചൊക്കെ ചോദിച്ചു. പിന്നെ രോഹിത്തിൻ്റെ മരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ ഞാനങ്ങ് ഒതുക്കി അങ്ങ് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ മരിച്ചതിനെ പറ്റി വല്ല സംശയാസ്പദമായ അയാൾ സംസാരിച്ചു എന്ന് ചോദിച്ചപ്പം അതിനൊന്നും ഉള്ളൊരു അവസരം ഞാൻ കൊടുത്തില്ലെന്ന്. ഞാൻ ആരാ മോനെ, എൻ്റെ മുന്നിൽ നിന്നല്ലേ അയാൾ സംസാരിച്ചത്, ഞാൻ എന്തെങ്കിലും പിടി കൊടുക്കുമോ എൻ്റെ രഞ്ജിതെ? നിങ്ങളായതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് രഞ്ജിത അന്നേരം പറഞ്ഞു. ഇത് തന്നെയാണ് കുഴപ്പം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിൽക്കുക.
അപ്പോൾ ഇവർ തമ്മിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുമിത്ര വന്നു. സുമിത്ര വന്നപ്പോഴേക്ക് ഈ രഞ്ജിത വേഗം അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങി. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ സുമിത്രയെ കാണണ്ടല്ലോ എന്നുള്ളൊരിത്. സുമിത്ര വന്നപ്പോൾ ഇങ്ങനെ ഇയാൾ നിൽക്കുന്നു, അയാളെ മൈൻഡ് ചെയ്യുന്നില്ല. അകത്ത് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് കയറി ചെന്നു. സുമിത്ര സരസ്വതി അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും സരസ്വതി അമ്മ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സരസ്വതി അമ്മയെ കണ്ടപ്പോൾ സുമിത്ര ആകെ പേടിച്ചു പോയി. ഇനി ഇവർ വല്ലതും ചെയ്തോന്ന് അറിയത്തില്ലല്ലോ. ഓടി ചെന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്താ കരയണേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. മോളെ സുമിത്ര, സിദ്ധു വന്നായിരുന്നടി എന്ന് പറഞ്ഞു. അയാൾ ഇവിടെ വന്നോ? എപ്പോൾ? അതെ മോളെ, ഇപ്പോൾ വന്നതേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ സിദ്ധുവിൻ്റെ ശബ്ദം മാത്രമേ സരസ്വതി അമ്മ കേട്ടുള്ളൂ. ബാക്കി സംഭവങ്ങൾ എന്താണെന്ന് സരസ്വതി അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഈ ഒച്ച മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയ്ക്ക് സിദ്ധു കയറി വരും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ വരാതെ മകനങ്ങ് പോയപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ സിദ്ധുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ സുമിത്രയോട് പറഞ്ഞപ്പോൾ സുമിത്രയും ആകെ ഞെട്ടിപ്പോയി. സിദ്ധു വന്നു എന്ന് കേട്ടപ്പോൾ. അയാൾ എപ്പോഴാണ് വന്നത്, അമ്മയെ വന്ന് കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഇവിടെ നിന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അരവിന്ദനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മോളെ അവനോടൊന്ന് ചോദിച്ചു നോക്കുമോ, സിദ്ധു വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് മോളൊന്ന് ചോദിച്ചു നോക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സുമിത്ര ഓടി ചെന്ന് അരവിന്ദനോട് ചോദിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അരവിന്ദൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കും. അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓടി ചെന്നു. സിദ്ധാർത്ഥ് ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. വന്നായിരുന്നു. അയാൾ വന്നിട്ട് എന്താ പറഞ്ഞത്? അതൊന്നും പറഞ്ഞില്ല, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അമ്മയെ കാണിച്ചില്ലേന്ന് ചോദിച്ചു. എന്നോട് ആരെക്കുറിച്ചും ഒന്നും ചോദിച്ചില്ല. പിന്നെ രോഹിത്തിൻ്റെ മരണകാരണത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അയാൾ എവിടെയാ താമസം, അയാളുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചോദിച്ചില്ലേ, അതൊന്നും നിങ്ങൾ വാങ്ങിച്ചില്ലേ എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പോൾ രോഹിത്തിൻ്റെ കാര്യം അറിഞ്ഞത് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഞാൻ അയാളോട് അത് കൂടുതൽ എന്നാ ചോദിക്കാനാ എന്ന് ചോദിച്ച് അരവിന്ദൻ നിൽക്കുമ്പോൾ രഞ്ജിത്ത് അവിടെ നിന്ന് പാത്ത് നിന്ന് കേൾക്കുക ഇവരെന്താ പറയുന്നതെന്നറിയാൻ, സുമിത്രയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുമിത്രയാണെങ്കിൽ ആകാംക്ഷയോടുകൂടി ചോദിക്കുവാണ് സിദ്ധാർത്ഥനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇയാളാണെങ്കിൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ മറുപടി കൊടുക്കുന്നു. സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ ആയി. അതിന് സുമിത്ര അങ്ങ് പോയി. എന്തായാലും സുമിത്രയും അതുപോലെ സിദ്ധു കാണരുത് എന്നുള്ളൊരു വാശി ഇവർക്ക് വീണ്ടും ഉദിക്കുന്നു. ഇവരതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ ആ കാര്യങ്ങളും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി. ഇതിനുശേഷം പിന്നെ കാണിക്കുക നമ്മുടെ സിദ്ധുവും വിശ്വനും കൂടി ചേർന്ന് അവരുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ വന്നു. വാതിൽ തുറന്നപ്പോൾ അനിരുദ്ധൻ കാണുന്നത് തൻ്റെ അച്ഛനെ കണ്ട അനി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. മകനെ കണ്ട അച്ഛൻ മുഖം താമരപ്പൂ പോലെ വിടർന്നിങ്ങനെ നിൽക്കുന്നു. പക്ഷേ മകന് അച്ഛനെ കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങ് ദഹിക്കാത്ത മട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ ഇടിവെട്ട് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.